അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെ പരിശോധന നടത്തും. നമുക്കിപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി രഘുനാഥ് നാരായണനുണ്ട്. രഘു, ഈ ഒരു ദുരൂഹതയുടെ ചുരുൾ അഴിയേണ്ടതുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് എവിടെയാണ് തെളിവെടുപ്പ് നടക്കുക? ഇന്നത്തെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? സെബാസ്റ്റ്യൻ നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ ചേർത്തലയിൽ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. ജൈനമ്മയുടെ അടക്കം സ്വർണം വിറ്റ സ്ഥലങ്ങളും പണയം വെച്ച സ്ഥലങ്ങളിലുമൊക്കെ സെബാസ്റ്റ്യനുമായി പോയെങ്കിലും ഈ വീട്ടിൽ എത്തിയിരുന്നില്ല. ഈ വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. കാരണം ഈ വീട്ടിലിന്റെ പിറകുഭാഗത്ത് നിന്നാണ്, അപ്പുറത്തെ ഭാഗത്ത് നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് എന്ന് മാത്രവുമല്ല, നിലവിൽ 3 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ സംശയ നിഴലിലാണ്. അതുമായി ബന്ധപ്പെട്ട് കേസിന് അനുകൂലമായി ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു പരിശോധനയ്ക്ക് കൂടി വേണ്ടിയാണ് സെബാസ്റ്റ്യനെ എത്തിക്കുന്നത്. സെബാസ്റ്റ്യനെ പോലെ തന്നെ ദുരൂഹമാണ് ഈ വീടും. വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന വീടാണ്. വല്ലപ്പോഴുമൊക്കെ സെബാസ്റ്റ്യൻ സുഹൃത്തുക്കളുമായി എത്തി ആഘോഷിക്കാറുള്ളൊരു വീടായിരുന്നു. 2 ഏക്കറിലധികം പരന്നു കിടക്കുന്ന, അയൽവാസികളൊന്നും അടുത്ത് ഇല്ലാത്ത ഒരു വലിയൊരു പുരയിടത്തിന് നടുവിലാണ് വീട് എന്ന് മാത്രമല്ല, ഈ പുരയിടത്തിൽ പലയിടങ്ങളിലായി ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. ആ കുളങ്ങളിൽ മുഷി പോലെയുള്ള, ആഫ്രിക്കൻ മുഷി പോലെയുള്ള മത്സ്യങ്ങളുമുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കേസുകളുടെ കാലപ്പഴക്കം തന്നെയാണ്. ബിന്ദു പത്മനാഭനെ കാണാതായിട്ട് ഏകദേശം 20 വർഷത്തോളം അടുക്കാവുന്നു. 2006 മുതലാണ് അവരെ കാണാതാകുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് പിന്നോട്ട് പോയിട്ടുള്ള ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും ഒക്കെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷേ എന്തായാലും പോലീസ് വലിയ രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീവ്രമായ ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗം കൂടിയാണ് മുൻ വർഷങ്ങളിലൊക്കെ ഈ സ്ഥലത്ത് നിന്ന് കാണാതായ സ്ത്രീകളുടെ അടക്കം വിവരങ്ങൾ തേടിക്കൊണ്ട് സെബാസ്റ്റ്യനെ ഏതെങ്കിലും രീതിയിൽ ഈ കേസുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു നമ്മൾ ബോൺ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന, ജനിച്ചപ്പോഴേ കള്ളൻ എന്നൊക്കെ പറയുന്നതുപോലെ ജനിച്ചപ്പോഴേ ക്രിമിനൽ, അത്തരം മാത്രം ഒരു കൊടും ക്രിമിനലിൻ്റെ മനോഭാവവും കൊടും ക്രിമിനലിൻ്റെ പെരുമാറ്റവുമാണ് സെബാസ്റ്റ്യൻ. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങളോട് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം, വർഷങ്ങളായി ഈ കൃത്യം ചെയ്തതുകൊണ്ട് തന്നെ ഇയാൾ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അഭിഭാഷകരുടെയൊക്കെ സഹായം തേടി മനസ്സിലാക്കിയതിന് ശേഷമുള്ള പ്രതികരണം എന്ന വണ്ണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇയാൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് വിവിധ അന്വേഷണ സംഘങ്ങളുണ്ട്. 3 സംഘങ്ങളാണ് നിലവിൽ ഈ സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തുള്ള കേസുകൾ അന്വേഷിക്കുന്നത്. ബിന്ദു പത്മനാഭൻ്റെ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ്. ആയിഷയുടെ തിരോധാനം അന്വേഷിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ചാണ്. ഒപ്പം തന്നെ ഇപ്പോൾ കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ജൈനമ്മയുടെ തിരോധാനമാണ്. അങ്ങനെ 3 അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്.